ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിൻ്റെ 7ാമത്തെ പാഠവുമായിട്ടാണ് നമ്മളിന്ന് റിവിഷൻ ക്ലാസ്സുമായിട്ട് വന്നത്. നമുക്ക് 7ാമത്തെ പാഠം എന്താണ്? ഹരീത്തത്തുൽ മദ്. നമ്മൾ മദ്ദുകളെ കുറിച്ചിട്ട് ഫസ്റ്റ് പാർട്ട് മുതൽ പഠിച്ച മദ്ദുകളെ കുറിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവിടെ മദ്ദുകൾ 2 വിധം, അസ്ലിയും ഫർഇയും. മദ് 2 വിധമാണ്, അസ്ലിയും ഫർഇയും. അതിൽ അസ്ലിയിൽ മുത്തതരിഫ് എന്ന് പറഞ്ഞിട്ടൊരു മദ് വരുന്നു. അസ്ലിയായ മദ്ദിൽ മുത്തതരിഫ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പാഠത്ത് പറഞ്ഞ് മുത്തതരിഫ്, അതായത് വഖഫിൻ്റെ കാരണത്താൽ അവിടെ അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുന്നു, അതാണ് മുത്തതരിഫ്. വഖഫ് വരുമ്പോൾ അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുന്നു. പിന്നെന്താണ്? ഫർഇ. 5 വിധം മദ്ദുകളാണ് ഫർഇയിൽ. എന്തൊക്കെയാണ്? മുത്തസില്, മുൻഫസില്, ലാസിമ്, ആരിദ്, ലീന്. അതെ, മുത്തസില്, മുൻഫസില്, ലാസിം, ആരിദ്, ലീന്. ഫർഇ 5 വിധമാണ്. മുത്തസില്, മുൻഫസില്, ലാസിം, ആരിദ്, ലീന്, അങ്ങനെ 5 വിധം. അതിൽ ലാസിമ് തന്നെ പിന്നെയും 2 വിധമുണ്ട്. എന്തൊക്കെയാണ്? ലാസിം ഹർഫിയും ലാസിം കലമിയും. ഹർഫിൽ വരുന്നതും കലിമത്തിൽ വരുന്നതും ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കിവിടെ കൂടുതൽ പറയേണ്ട, നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് താ മജ്റൂറ വൽ മർബൂത്ത. താവുകൾ 2 എണ്ണം, 2 ഇനം താവുകളുണ്ട്, മജ്റൂറയും മർബൂത്തയും. അപ്പം അത് മജ്റൂറ ഉദാഹരണ സഹിതം ഏതാ? താവുകൾ എത്ര ഇനം, ഏതെല്ലാം, ഉദാഹരണ സഹിതം ഏതാന്ന് പറയും. അപ്പൊ താവുകൾ 2 വിധം, മജ്റൂറ എന്ന് പറഞ്ഞിട്ട് ഈ താ എഴുതുക, മർബൂത്ത എന്ന് പറഞ്ഞിട്ട് ഈ താ എഴുതുക. മനസ്സിലായില്ലേ? അപ്പൊ താവുകൾ 2 വിധം. അപ്പൊ ഇത് 2 എഴുതുക, ഉദാഹരണ സഹിതം എഴുതാൻ പറഞ്ഞാൽ ഇത് 2 എഴുതുക. പിന്നെന്താണ്? ഹാ ഉ മർബൂത്തക്ക് ഹാ ഉത്ത ഇനീസ് എന്നും പേരുണ്ട്. ഹാ ഉ മർബൂത്തക്ക് ഹാ ഉത്ത ഇനീസ്, ഹാ ഉ മർബൂത്തക്ക് ഹാ ഉത്ത ഇനീസ് എന്നും പേരുണ്ട്. അപ്പോൾ ഇവിടെ ഹാ ഉ മർബൂത്ത്, താ ഉ മർബൂത്ത്, താ ഉ മർബൂത്ത ഹാ ഉത്ത ഇനീസ്. മനസ്സിലാക്കുക. അപ്പോൾ താ ഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതായത് ഒരു തുകളുടെ അവസാനത്തിലൊക്കെ നമ്മൾ വഖഫ് ചെയ്യുന്നിടത്ത് താ മർബൂത്തയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അവിടെ ഹാ ആയിട്ടാണ്. കാര്യ, നമ്മൾ കാര്യത്തു എന്ന് പറഞ്ഞാൽ അവിടെ വഖഫ് ചെയ്യരുത്. മൽക്കാര്യ, അൽക്കാര്യത്തു മൽക്കാര്യ. അപ്പോൾ ഇവിടെ വഖഫിൻ്റെ സ്ഥലമല്ല, ഇവിടെ വഖഫാണ്. അപ്പോൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ചോദ്യം വരും, പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരിക? താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അത് ഏത് ഹാ ആണ്, ഏത് താ ആണ് എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഓപ്ഷൻ തന്നിട്ട് താ മർബൂത്തക്ക് ഒരു ഉദാഹരണം, ഈ താ വരുന്നതും മജ്റൂറയുടെ താ വരുന്നതൊക്കെ ഓപ്ഷൻ തന്നാൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഹാ താ മർബൂത്ത, ഇതാണ് മജ്റൂറയുടേത്, ഈ താ ആണ് വരിക. മനസ്സിലാക്കുക. അപ്പം അത് ഒന്നായി മനസ്സിലാക്കുക. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഹാ ഉത്ത ഇനീസ് എന്ന് മറ്റൊരു പേര് കൂടി അതിനുണ്ട്. പിന്നെന്താണ് അവിടെ പറയുന്നത്? ഹാ ഉത്ത ഇനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഹാ ഉത്ത ഇനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്ത്? ചോദ്യം വരും. എന്താണ്? ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. മനസ്സിലാക്കുക. ഹാ ആയിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. എന്നാണ് ഇവിടെ ശബ്ദം മുറിക്കാൻ പാടില്ല. എങ്ങനെ? കാര്യ എന്ന് പറഞ്ഞാണ് അവിടെ ശബ്ദം മുറിക്കരുത്. പിന്നെ എന്താണ്? കാര്യ അലിഫായിട്ട്
അലിഫായിട്ട് അവിടെ വഖഫ് ചെയ്യാനും പാടില്ല. ഹ ആയിട്ട് തന്നെ കാര്യ ഹ ആ വരുമ്പോൾ നമുക്ക് അവസാനം ഒരു കാറ്റോട് കൂടിയിട്ടാണ് വരിക. അപ്പോൾ അവിടെ ഹ ആയിട്ടാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ അത് ഹ തൈനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യാൻ പാടില്ല. ഇതെന്തായാലും മനസ്സിലാക്കി പഠിക്കുക. ഹ തൈനീസിൽ വഖഫ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഹ തൈനീസ് അതായത് താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഹ ആയിട്ട് ഉച്ചരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹ തൈനീസിൽ വഖഫ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കി എഴുതുക. പിന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ഒരു ആയത്ത് തരും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇതിൽ വഖഫ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദ്യം വന്നാലോ അവിടെ വഖഫിൽ താ മർബൂത്തയാണ് വന്നത്. അവിടെ ഹാഇൻ്റെ ശബ്ദത്തോടെയാണ് വഖഫ് ചെയ്തത്, മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതാൻ പഠിക്കണം. പിന്നെന്താണ് പറയുന്നത്? ഇവിടെ നോക്കൂ, രണ്ടായത്തുകൾ ചേർന്ന് വരികയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഫീ ജന്നത്തിൻ ആലിയത്തില്ല, അതിലേക്ക് ചേർത്ത് ഓതുമ്പോഴാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ ഓതുക? ചേർത്തി ഓതുകയാണെങ്കിൽ താഇന്മേൽ നിർത്താതെ ഹർക്കത്ത് നൽകണം. ഹർക്കത്ത് നൽകണം താഇന്. അപ്പം ആലിയത്തില്ല ഹർക്കത്ത് താഇന് ഹർക്കത്ത് നൽകി താഇൻ്റെ മഹറജ്, നമ്മൾ താഇൻ്റെ മഹറജ് അവിടുന്ന് തന്നെ ഉച്ചരിക്കണം. ഈ താ വന്നാലും താഇൻ്റെ മഹറജിൽ നിന്ന് തന്നെ ഹർക്കത്ത് നൽകുക താഇന്, എന്നിട്ടത് വായിക്കണം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചേർത്തി ഓതുകയാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കും. താ മർബൂത്തയിൽ ചേർത്തി ഓതുകയാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദ്യം വന്നാലോ എന്താണ്? ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഓതണം, മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തദ്രിബാത്തിൽ വന്നിട്ടുണ്ട് ആ ഒരു ചോദ്യം, ഹ തൈനീസ് ചേർത്തി ഓതേണ്ടത് എങ്ങനെയെന്ന്. അപ്പോൾ അത് എഴുതിയാൽ മതി. അങ്ങനെ ചേർത്തി ഓതുമ്പോൾ ഹർക്കത്ത് നൽകി താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം, മനസ്സിലാക്കുക. താഇന്മേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഹ തൈനീസിൽ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ? ഹ തൈനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ട് ഉച്ചരിക്കുക. ചേർത്തി ഓതുകയാണെങ്കിൽ താഇന് ഹർക്കത്ത് നൽകി താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കുക. അപ്പോൾ ഈ താ മർബൂത്തിൻ്റെ തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, നന്നായി മനസ്സിലാക്കുക. പിന്നെ ഇതുപോലെ ഉദാഹരണം വന്നുകാണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയിട്ട് എഴുതണം. അടുത്തത് 9ാമത്തെ പാഠം, വഖഫ് അല മുനവ്വൻ. എന്താണ് ഈ പാഠത്ത് പറയുന്നത്? നന്നായി മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്. എന്താ ഇവിടെ എല്ലാ ആയത്തുകളുടെയും അവസാനം വഖഫ് ചെയ്യുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഇവിടെ ഫത്തഹ് തൻവീനുകളിലാണ് വഖഫ് ചെയ്യുന്നത്. അത് നോക്കിക്കോ, ഫത്തഹ് തൻവീനിലാണ് ഇവിടെ വഖഫ് ചെയ്യുന്നത്. അഫൂറൻ, റഹീമൻ, ജുസ്അൻ. അപ്പോൾ ഒക്കെ ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നിർത്തൽ? അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എങ്ങനെയാണ് അവിടെ നിർത്തൽ? എങ്ങനെയാണ്? അഫൂറ എന്നുള്ളടത്ത് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെ നിർത്തുക? അഫൂറ അഫൂറ. അപ്പം അവിടെ എന്തിലാണ് നിർത്തുന്നത്? അസ്ലിയായ മദ്ദിലാണ്, മദ് കൊടുത്താണ് നമ്മളവിടെ വഖഫ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. എന്താണ്? അസ്ലിയായ മദ്ദിൽ ഇവിടെ ഫത്തഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. ഫത്തഹ് തൻവീനുള്ള താ മർബൂത്തയിൽ സുക്കൂനുള്ള ഹ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ താ മർബൂത്തല്ലേ, ഫത്തഹ് തൻവീനുള്ള താ മർബൂത്തയിൽ. അപ്പോൾ നമ്മൾ മുമ്പ് താ മർബൂത്ത പറഞ്ഞിരുന്നു. അപ്പോൾ ഫത്തഹ് തൻവീന് ഹാ താ അവസാനം വരുന്ന അവിടെ താഇന് തൻവീൻ വരികയാണെങ്കിൽ താ മർബൂത്തയിൽ സുക്കൂനുള്ള ഹ ആയിട്ടാണ് വഖഫ് ചെയ്യുക. ഇവിടെ നമുക്ക് ബാക്കിയുള്ള അക്ഷരങ്ങൾ മീമ്, നൂന്,
ജീമ് അങ്ങനത്തതൊക്കെ വരികയാണെങ്കിൽ അതിന് മുകളിൽ ഫത്തഹ് തൻവീൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് അസ്ലിയായ മദ് കൊടുത്താണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കുക. ഫത്തഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് എന്താ ചോദ്യം വരിക? മുൻകഴിഞ്ഞ ചോദ്യ പേപ്പറിൽ വന്ന ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്ന മുൻകഴിഞ്ഞ പരീക്ഷത്തെ ചോദ്യപേപ്പറിൽ വന്നതാണ്. ഫത്തഹ് തൻവീൻ വരുന്ന പദങ്ങളിൽ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? അസ്ലിയായ മദ് കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അസ്ലിയായ മദ് കൊടുത്താണ് വഖഫ് ചെയ്യേണ്ടത്. അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതുപോലെ പിന്നെ വരുന്ന ഒരു ചോദ്യമാണ് എന്ത്? അതുപോലെ ജുസ് ഇവിടെ എന്തിലാണ് വഖഫ് ചെയ്തത് എന്നൊരു ചോദ്യം വന്നാലോ അവിടെ എന്തിലാണ്? അസ്ലിയായ മദ് കൊടുത്താണ് നമ്മൾ അവിടെയും വഖഫ് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഇനി ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്? സവാഅൻ മാഅൻ. ഇങ്ങനെ ഹംസയുടെ മുമ്പ് അലിഫ് വരുന്ന പദങ്ങൾ. ഇവിടെ ഹംസന്റെ മുമ്പാണ് അലിഫ് വന്നത്. ഹംസ അതായത് വാ എന്നുള്ളതിനെ നീട്ടാന് അലിഫ് വന്നാണ് അല്ലേ? വാ നീട്ടാൻ ഒരു അലിഫ്. അത് കഴിഞ്ഞിട്ടാണ് ഹംസ ഫത്തഹ് തൻവീനുള്ള ഹംസ വന്ന് അല്ലേ? അപ്പോൾ അവിടെ സവാഅൻ എന്നാണ് വരിക. അപ്പോൾ നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? സവാ. അപ്പോൾ ഇങ്ങനെയുള്ളത് എഴുതുമ്പോൾ ഹംസക്ക് മുമ്പ് അലിഫ് ഉള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം നമ്മൾ നേരത്തെ അവിടെ എല്ലാ ഹംസക്ക് ശേഷം അലിഫ് വരുന്നില്ലേ ഇവിടെ? അതുപോലെ ഇങ്ങനെ ഹംസക്ക് മുമ്പ് വരുന്ന പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതൂല. മനസ്സിലായോ? ഹംസക്ക് മുമ്പ് അലിഫ് വന്ന പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതൂല. മനസ്സിലായോ? ഇത് വഖഫ് ചെയ്യുന്ന സ്ഥലത്താണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇടയിലാണ് നമ്മൾ ഓതുന്നുണ്ടെങ്കിൽ സവാഅൻ മാഅൻ അങ്ങനെ തന്നെ ഓതണം. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ്, വഖഫ് ചെയ്യാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും. സവാഅൻ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ വഖഫ് ചെയ്യണം എന്ന് വെച്ചിട്ടാണെങ്കിൽ എന്താ എഴുതുക? അതെ. അപ്പോൾ അവിടെ അലിഫില്ല എന്ന് വിചാരിച്ചിട്ട് അസ്ലിയായ മദ് കൊടുക്കാതെ വെക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അസ്ലിയായ മദ് മുന്നേ വന്ന്, അതുകൊണ്ടാണ് ഹംസയുടെ മുമ്പ് അലിഫ് വന്നത് കൊണ്ടാണ് അലിഫ് ഹംസക്ക് ശേഷം അലിഫ് എഴുതാത്തത്. അടുത്തത് ഹംസക്ക് മുമ്പ് അലിഫുള്ള പദങ്ങൾ ഓതുമ്പോഴുള്ള പ്രത്യേകത എന്ത്? അപ്പം എന്താ എഴുതുക? ഹംസക്ക് മുമ്പുള്ള പദങ്ങളിൽ അലിഫ് എഴുതിയാൽ ഉള്ള പ്രത്യേകത എന്ത്? അടുത്തത് ഹംസക്ക് മുമ്പ് അലിഫുള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഹംസക്ക് മുമ്പ് അലിഫ് എഴുതുന്ന പദങ്ങളിൽ എന്താണ്? ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. അപ്പോൾ ഇത് എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹംസക്ക് മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. അപ്പോൾ അതോടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇവിടെ അസ്ലിയായ മദ്ദിലാണ് എല്ലായിടത്തും വഖഫ് ചെയ്യുന്നത്. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ എത്രയാണ് നീട്ടേണ്ടത്? 2 ഹർക്കത്തിന്റെ കതിറാണ് ഇവിടൊക്കെ. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ 2 ഹർക്കത്തിന്റെ കതിറാണ്. അതായത് 2 ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരലിഫ്. 2 ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരലിഫാണ്. അപ്പോൾ അതവിടെ ഒരലിഫ് നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അങ്ങനെ വന്ന ഉദാഹരണങ്ങളാണ്. ഹംസക്ക് മുമ്പ് അലിഫ് വന്നതാണ് ഇവിടൊക്കെ. ബിനാ അഴുത വനിസ എന്നതിലൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശേഷം എന്താണ്? അലിഫ് ഇല്ല. മനസ്സിലായില്ലേ? അവിടെ ഒന്നും അലിഫ് എഴുതാറില്ല. ഇങ്ങനെ ഹംസക്ക് മുമ്പ് അലിഫ് വന്നാൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ഇതിൻ്റെ തദ്രിബാത്തിൽ വന്ന ചോദ്യം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് നമുക്ക് 10ാമത്തെ ചാപ്റ്റർ എന്താണ്? സക്കത്തയെ കുറിച്ചിട്ടാണ് നമുക്ക് 10ാമത്തെ ചാപ്റ്ററിൽ വന്നത്. അപ്പോൾ ഈ സക്കത്തൻ്റെ പാഠത്തിൽ എന്തൊക്കെ മനസ്സിലാക്കാണ്ട്? എന്താണ് സക്കത്ത? ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ് സക്കത്ത. സക്കത്ത എന്നാൽ എന്ത്? ശ്വാസം വിടാതെ അല്പം അടങ്ങണം. ശ്വാസം വിടാതെ അല്പം അടങ്ങണം. ഇതാണ് സക്കത്ത. അപ്പോൾ സക്കത്ത ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ അതെന്നെ പറയണം. എന്ത്? ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ്. സക്കത്ത ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ് സക്കത്ത.
സക്കത്തയുടെ അടയാളം ഏതെന്ന് ചോദിക്കും. ഖുറാനിൽ സക്കത്ത തിരിച്ചറിയാനുള്ള അടയാളം ഏതാന്ന് ചോദിക്കും. സക്കത്ത അപ്പം അത് ആയത്തുകളുടെ മുകളിൽ കാണുന്ന സീനാണ്. മനസ്സിലായില്ല? അതാ ആയത്തുകളുടെ മുകളിൽ കാണുന്ന സീൻ എന്ന അടയാളമാണ് സക്കത്ത ചെയ്യാനുള്ള അടയാളം. മനസ്സിലാക്കട്ടെ, സീന്. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? ഖുർആനിൽ സക്കത്തയുള്ളത് 4 സ്ഥലങ്ങളിലാണ്. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ സക്കത്തയുണ്ട് എന്ന് ചോദിക്കും. 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഖുർആനിൽ സക്കത്തയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 3 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ്? സക്കത്ത വന്ന ആയത്തുകൾ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഖുർആനിൽ സക്കത്ത വന്ന സൂറത്തുകളും അതിലേതാ ആയത്ത് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തത് കൗഫ് സൂറത്തിലെ 1ഉം 2ഉം ആയത്ത്. 1ഉം 2ഉം ആയത്ത്. അപ്പോൾ പരീക്ഷയ്ക്ക് വരും. വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമ. ഇത് ഏത് സൂറത്തിലെ ആയത്താണ്? അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ സൂറത്തിൻ്റെ പേര് എഴുതണം. കൗഫ് സൂറത്തിലേതാണെന്ന് നമ്മൾ എഴുതണം. മനസ്സിലായില്ല? അതുപോലെ യാസീൻ വന്നിട്ടുണ്ട് ഇവിടെ. സൂറത്തുൽ ഖിയാമ്, സൂറത്തുൽ മുത്തഫിഫീൻ, 4 സൂറത്തുകൾ. യാസീനിലെ 53-ാമത്തെ ആയത്ത്, 53-ാമത്തെ ആയത്ത്. ഖിയാമ് സൂറത്തിലെ 27-ാമത്തെ ആയത്ത്. ഖിയാമ് സൂറത്തിലെ 27-ാമത്തെ ആയത്ത്. മുത്തഫിഫീനിലെ 14-ാമത്തെ ആയത്ത്. അപ്പം ഈ സൂറത്തുകളും ആയത്തുകളും മനസ്സിലാക്കി വെക്കുക. കല്ലാ ബൽ റാന, ഇത് ഏത് സൂറത്തിത്തെ? ഇവിടെ എന്താണുള്ളത്? അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഇത് മുത്തഫിഫി സൂറത്തിലെത്തതാണ്. ഇവിടെ ബൽ എന്ന സ്ഥലത്താണ് സക്കത്തയുള്ളത്. ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തു നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ പാഠം മുഴുവനായിട്ട് തന്നെ മനസ്സിലാക്കണം. സൂറത്ത് പഠിക്കണം, ആയത്ത് ഏതാന്ന് പഠിക്കണം, എത്ര സ്ഥലങ്ങളിലാണ് ഖുർആനിൽ സക്കത്തയുള്ളത്, സക്കത്ത എന്നാൽ എന്ത്, സക്കത്തയുടെ അടയാളം എന്ത്, ഇത്രയും ഭാഗങ്ങൾ ഈ പാഠത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് തജ്വീദുൽ ഖുർആനിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഹിഫ്ലുൽ ഖുർആൻ എക്സാമിന് കാണാതെ ഓതി കൊടുക്കേണ്ട സൂറത്തുകളും ദിക്റുകളാണ് നിങ്ങളെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ വരുന്നത്. അത് നന്നായി പഠിക്കുക. എന്നാലാണ് നമുക്ക് ഹിഫ്ലിന് കാണാതെ സൂറത്തുകൾ ഓതി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.